പാലക്കാട് ജില്ലയിൽ തന്നെ നേരത്തെ പറഞ്ഞ മംഗലം ഡാം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുണ്ടായൊരു സംഭവം. ഞാൻ വടക്കുംചേരി സി ആയിരിക്കുന്ന സമയത്ത് 2005 സംഭവമാണ്. എനിക്കൊരു അനോണിമസ് ലെറ്റർ വരികയാണ്, ഊമക്കത്ത്. സാധാരണ പലപ്പോഴും ഊമക്കത്തുകൾ അത്ര ഗൗരവമായിട്ടൊന്നും എടുക്കാറില്ല, കാരണം പേരില്ല, അതിൽ പറയണ ഇതുകളില്ല. ഇൻലൻഡാണ് അന്നത്തെ കവർ പോലല്ലേ, ഇൻലൻഡിൽ. ഇന്ന് ഞാനത് വളരെ പ്രോപ്പർട്ടി ആയിട്ട് ഡോക്യുമെൻ്റായിട്ട് കേസ് ഫയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നായാട്ടിന് പോയ ബാലൻ കാണാതായതിന് ഒരു കേസ് നിങ്ങളെടുത്തിട്ടുണ്ടല്ലോ മംഗലം ഡാം പോലീസ് സ്റ്റേഷനിൽ, മിസ്സിങ്ങിന് കേസ് എടുത്തിട്ടുണ്ടല്ലോ. ആ ബാലനെ കൊന്നതാണ്. ബാലനെ ചമ്മണാമ്പതി വനത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊന്നു. അപ്പം നെല്ലിയാമ്പതിയുടെ സഖ്യൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു മലയാണ് ചമ്മണാമ്പതി. അതിലൊരു ഭാഗത്ത് മുഴുവനും വന്യമൃഗങ്ങളുടെ കൂടാരമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ മിസ്സിംഗ് കേസ് എന്നുള്ള രീതിയിൽ അത്ര കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഫയൽ വിളിപ്പിച്ചു, നോക്കി. അപ്പോൾ ഒരു വിഷുവിന് മുമ്പാണ് അവർ നായാട്ടിന് പോയത്. ബാലനും, ഈ പേരിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും തൽക്കാലം ഞാൻ ബാലൻ എന്ന് വിളിക്കുന്നു. ബാലനും അവൻ്റെ ഒരു 4 കൂട്ടുകാരന്മാരും കൂടിയിട്ടാണ് നായാട്ടിന് പോയത്, ഹണ്ടിങ്ങിന് പോയിരിക്കുകയാണ്. ചമ്മണാമ്പതി വനത്തിൽ ഒരുമിച്ച് പോയതാണ്. അപ്പോൾ വിഷുവിനൊക്കെ ഒരാഴ്ച മുമ്പ് പോയതാണ്. വിഷു ആയപ്പോൾ പാലക്കാടൊക്കെ വിഷു വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നൊരു ജില്ലയാണ്. വിഷു ആയപ്പോൾ ബാലനൊഴിച്ച് ബാക്കി 4 പേരും തിരിച്ചു വന്നു. അപ്പോൾ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബാലൻ പാലക്കാട് പോയി, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് വേർഷൻ. ബാലൻ അമ്മ മാത്രമേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് ഭാര്യയും ഇവരൊക്കെ പിരിഞ്ഞു പോയി. അപ്പോൾ ഇവർ ഇങ്ങനെ നായാട്ടനൊക്കെ പോവും. നായാട്ടന് പോയ കാട്ട് മൃഗങ്ങളുടെയൊക്കെ മാംസമൊക്കെ എടുത്ത് അത് വിൽക്കുന്നതുണ്ട്. ആനക്കൊമ്പ് എടുത്തു പോരുന്നവരുണ്ട്, പുലിയുടെ പുലിയിൽ നിന്ന് എടുക്കുന്നവരുണ്ട്. എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങൊരു പ്രത്യേക രീതിയിൽ ഒരു ജീവിതം നയിക്കുന്ന ഒരു രീതിയാണ് ആ മലയോര ഗ്രാമത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ കൂടെ പോയ 4 പേരെയും വിളിപ്പിച്ച് ആദ്യത്തെ 2-3 ദിവസമൊക്കെ വിളിപ്പിച്ചെങ്കിലും വലിയ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഉണ്ടായില്ല. അവർ ഒരേപോലെ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞു. കാരണം വിളിപ്പിക്കുന്ന അറിയുമ്പോൾ അവർക്ക് അറിയാമല്ലോ. പക്ഷെ അത് അവർ ഒരു കാര്യം പറഞ്ഞ് നമ്മളൊരാളുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ ആദ്യം അവർ പറയുന്ന മൊഴി അത് അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതിയിരിക്കും. ഒരു എഡിറ്റിംഗ് ഇല്ലാതെ അത് അങ്ങനെയാണോ പറഞ്ഞത് മൊഴി എഴുതിയിരിക്കും. എന്നിട്ട് അവിടെ അർജൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ തന്നെ സർവൈലൻസ് എടുത്തും, അല്ലെങ്കിൽ പോയിട്ട് അടുത്ത ദിവസം വരാൻ പറയും. എന്നിട്ട് ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ടൈം വെച്ച് നമ്മൾ സ്ക്വാഡിലെ പോലീസുകാരെ കൊണ്ട് അന്വേഷിപ്പിക്കും. ഇതിൽ എത്രമാത്രം കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇത് തമ്മിൽ എത്രമാത്രം കോൺട്രഡിക്ഷൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ശരിയായ ഒരു രീതി, മെത്തേഡ് അതാണ്, തിരക്കൂട്ടാണ്ട്. എല്ലാ കേസിലും പറ്റില്ല. അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ 4 പേരെയും കൂടി മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ അവർ തമ്മിൽ പറയുന്നതിൽ കുറേ കോൺട്രഡിക്ഷൻസ്, വന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. അവനെ പിരിഞ്ഞു പോയി എന്ന് പറയണ ബാലൻ പിരിഞ്ഞു പോയി എന്ന് പറയുന്ന ആ സമയത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഇവരെ പല പ്രാവശ്യമായിട്ട് വിളിച്ച് ഒരു ദിവസം കാലത്ത് വീട്ടിൽ പോയി അങ്ങ് പൊക്കിയെടുത്തിട്ട് വന്നു. കാരണം പിന്നെ വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതോട് ഒറ്റ മുങ്ങിയാൽ പിന്നെ ഇവർ കാട്ടിനുള്ളിൽ പോയാൽ നമ്മൾ വിടും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല, അത് ഞങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞാണ് വിട്ടത്. അങ്ങനെ നാട്ടിൽ അന്വേഷിച്ചു, ഇങ്ങനെ ഒരാൾ കാണാണ്ടാവണമെങ്കിൽ എന്തായിരിക്കും കാരണം. അപ്പോൾ ഒരു ഇൻഫർമേഷൻ, ഒരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ എന്നൊക്കെയാണ് നമ്മൾ പോലീസിൽ പറയുക. ഒരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ കിട്ടിയ എന്താ വെച്ചാൽ, ഈ പ്രതികളിലെ ഒരാൾ, അയാളുടെ പേര് മുഴുവൻ ഓർക്കുന്നില്ല, അയാളുടെ മെയിൻ പ്രതി, അയാളും ഈ ബാലനും തമ്മിൽ ഉള്ളുകൊണ്ട് ചെറിയ ഒരു ശത്രുതയുണ്ട്. ശത്രുത അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർക്കൊക്കെ നാടൻ ചാരായം ഉണ്ടാക്കലും വിൽക്കലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബാലനേക്കാൾ നല്ല
ക്വാളിറ്റി അവർ പറയുന്ന രീതിയിലുള്ള ചാരായം ഉണ്ടാക്കുന്നതാണ് ഈ മറ്റ് പ്രതി എന്ന് പറയുന്ന ആൾ. പക്ഷേ പിന്നീട് എങ്ങനെയോ ബാലൻ്റെ അടുത്തേക്ക് കൂടുതൽ കുടിയന്മാർ വരാൻ തുടങ്ങി. മറ്റാളുടെ അടുത്തേക്ക് വരാൻ ഇല്ലാണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകയായി. അങ്ങനെ ഈ പ്രതി എന്ന് പറയുന്ന ആളെ ചാരായ വിൽപ്പനയെക്കുറിച്ച് ബാലൻ എക്സൈസിന് വിവരം കൊടുത്തു എന്നാണ് ആ പ്രതി വിശ്വസിക്കുന്നത്. അങ്ങനെ എക്സൈസ് വന്ന് ഈ പ്രതിയുടെ വീട് കയറി റെയ്ഡ് ചെയ്ത് ചാരായം പിടിച്ച് അയാൾ കുറേ ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ ജയിലിൽ കിടന്നപ്പോൾ വൈരാഗ്യമായി. പുറത്ത് വന്ന് ഒന്നും അറിയാത്ത പോലെ ഇയാൾ മനസ്സിൽ പക കൊണ്ട് കിടന്നു. അങ്ങനെ അവസരം പാത്ത് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പോയിട്ടുള്ളതെന്നാണ് ഒരു ചെറിയൊരു സൂചന. അത് വെച്ച് ആ കിട്ടിയ സൂചന വെച്ച് പ്രതിനെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് പോലീസിൻ്റെ ഒരു പ്രത്യേക രീതി, അതിപ്പോൾ അങ്ങനെ ഞാൻ പറയുള്ളൂ, ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഹീ കൺഫസ്ഡ്, കുറ്റം ഏറ്റു പറഞ്ഞു. കൊന്നതാണ്, വെടിവെച്ച് കൊന്നതാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഡെഡ് ബോഡി ഇടണ്ടേ. അപ്പോൾ ഡെഡ് ബോഡി അവിടെയുണ്ട്. അത് ചമ്മണാമ്പതി വനത്തിൻ്റെ ഉള്ളിലുണ്ട് സാർ. അവിടേക്ക് എങ്ങനെ പോവും? ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പോകരുതെന്ന് ഉള്ള ഒരു രീതിയിലാണ്. ഡെഡ് ബോഡി കിട്ടില്ലെങ്കിൽ കേസില്ല. അപ്പോൾ എന്താ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രാത്രിയിലാണ് പോവുക. പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ തലയിൽ ഈ ഹെഡ്ലൈറ്റും ഇരട്ടത്തുറയിൽ തോക്കൽ ഓരോരുത്തരും വെച്ചിട്ടാണ് പോവുക. ജീവൻ പണയം വെച്ചാൽ പോവുക. ഞങ്ങൾക്ക് ചില റൂട്ടുകൾ അറിയാം, ആ റൂട്ടുകളിലൂടെ അധികം വന്യമൃഗങ്ങൾ വരില്ല. അപ്പോൾ അതിലേ പോയി ഒരു അപ്പുറത്ത് ഒരു വെള്ളമൊക്കെയുള്ളൊരു സ്ഥലമുണ്ട്, അതിൻ്റെ അവിടെ വരെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഷെഡ് കെട്ടി, ഒരു ടെൻറ്റ് പോലെ കെട്ടി, ഒരു മാനിന് എന്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ വേവിച്ച് അവിടെ തിന്ന്. മറ്റ് 3 പേരുമുണ്ട്, ഈ പ്രതിയുമുണ്ട്, ബാലനുമുണ്ട്. അത് കഴിഞ്ഞ് ബാലൻ വെളുക്കിയിരിക്കാനായിട്ട് മലമൂത്രത്തിന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നു പോയി. ഇത് നോക്കി കാത്തിരുന്ന് ഈ പ്രതി നേരെ പിന്നിൽ നിന്നിട്ട് ഇരട്ടക്കുഴൽ തോൾക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. നേരെ ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. മറ്റ് 3 പേരും സാക്ഷികളാണ്. ശരിക്കും അവർ പ്രതികളല്ല. പക്ഷേ 201 ഒക്കെ ഉണ്ട് അവരുടെ പേരിൽ, കാരണം തെളിവ് നശിപ്പിച്ചതിനൊക്കെ പോലീസ് അറിയിക്കാതിരുന്നു. അവിടെ വെടിവെച്ച് കൊന്നിട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചെടുത്തു. അത് ആ ചെരുപ്പ് സാധനങ്ങളൊക്കെ പുഴയിൽ ആ വെള്ളത്തിൽ ഒഴുക്കി. ബോഡി അവിടെ ഒരു ഉണങ്ങുന്ന മരം കിടപ്പുണ്ടായിരുന്നു, ഒരു തടി വീണ് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ചേർത്ത് വെച്ചു. ഞങ്ങളോട് പോന്നു. ഇത്രയാണ് ഈ പ്രതി ഈ ബാലൻ്റെ കൊലപാതകവുമായിട്ട് വധമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സ്റ്റോറി. അതൊരു നല്ലൊരു ടേണിംഗ് പോയിൻ്റായി. പക്ഷെ നമുക്കിതൊരു ബിലീവബിൾ സ്റ്റോറി ആകാമെന്നുണ്ടെങ്കിലും ഈ ബോഡി കണ്ടുപിടിക്കണം. തോക്കും അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേക്ക് ഇവർ പറഞ്ഞ കഥ അനുസരിച്ച് ഏകദേശം 1 മാസം കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ നോർമലി 1 മാസം കഴിഞ്ഞ് ഒരു ഡെഡ് ബോഡി ഓപ്പണായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് സ്കെലട്ടനാവും, എല്ല് മാത്രമാവും, ബാക്കിയൊക്കെ അഴുകി പോകും. 1 മാസം എയറിൽ കിടന്നു കഴിഞ്ഞാൽ. മണ്ണിനടിയിലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചെറിയൊരു ദൈർഘ്യം കൂടി കൂടുതലുണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ 1 മാസമായിട്ട് പുറമേ കിടക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും അത് മറ്റ് ഇതുകളൊക്കെ അടിച്ചോ എങ്ങനെയൊക്കെ ആയിട്ട് എല്ല് മാത്രമായിട്ടുണ്ട്. മനുഷ്യൻ്റെ കോലെന്ന് പറയാനോ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ കഴിയില്ല. കാരണം ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഡ്രസ്സോ ചെരുപ്പോ പോലും കഴിഞ്ഞു. അപ്പോൾ ഇയാളുടെ ബോഡിയാണെന്ന് നമ്മൾ DNA മറ്റ് ഇതിലൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ ബോഡി ഉള്ള ലൊക്കേഷൻ കിട്ടണ്ടേ. ഈ പറയണ ഇതിൽ കൂടെ വരണം എന്നുണ്ടെങ്കിൽ, ചമ്മണാമ്പതി വനത്തിൻ്റെ ഉള്ളിൽ കൂടെ വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ജീവൻ പണയം വെച്ച് അതിൽ പോരാൻ പറ്റില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചു. അവസാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരായിട്ടൊക്കെ ആലോചിച്ച് പറഞ്ഞു ഒരു വഴിയുണ്ട്. ഇവർ പറയുന്ന മേഖല എന്ന് പറയുന്നത് പോര് എന്ന് പറയണ ഒരു സ്ഥലമാണ്. അത് കടുവാ സങ്കേതമാണ്.
ഇവർ പറയുന്ന ലൊക്കേഷൻ അനുസരിച്ച് അത് കടുവാ സങ്കേതമാണ്. അപ്പോൾ ഈ പ്രതിയോട് പറഞ്ഞു അവിടേക്ക് എത്താൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ പ്രതിയുടെ സൂചന അനുസരിച്ച് പറഞ്ഞ് അവസാനം ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ചമ്മണാമ്പതി വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അവിടെ എത്തൽ സാധ്യമല്ല, ഒറ്റ വഴിയുള്ളൂ, ചിമ്മിനി ഡാം, തൃശ്ശൂർ ജില്ല, വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ, അവിടെ നിന്ന് ബോട്ടിൽ വരികയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ അടുത്തെത്താം. അത് തീരുമാനമായി. അപ്പോൾ കുറേ കാര്യങ്ങൾ വേണം. ഒന്ന്, അവിടെ ചെന്ന് ആ ബോഡി നമുക്ക് കണ്ടാൽ തന്നെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. എക്സ്ഹുമേഷൻ നടത്തണം, സ്ഥലത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം, പോലീസ് സർജൻ വേണം, പിന്നെ അവിടെ നിന്ന് കുറേ സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വേണം, പിന്നെ അവിടെ സാക്ഷികൾ കിട്ടില്ല, കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇൻക്വസ്റ്റിന് തയ്യാറാക്കുമ്പോൾ സാക്ഷികൾ വേണം. അതിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ആരാണ് വരിക? അവിടെ എത്താൻ ബോട്ട് വേണം. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ ചിമ്മിനി ഡാമിൻ്റെ ഫോറസ്റ്റ് അധികൃതരായിട്ട് ബന്ധപ്പെട്ട് ബോട്ട് അവർ തരാമെന്ന് പറഞ്ഞു. SP വഴി അതിന് സംസാരിച്ചു. ബോട്ട് റെഡിയാണ്. പക്ഷേ ഈ പ്രതി തന്നെ പറയണു 10 മണിക്ക് മുമ്പ് സാറേ അങ്ങോട്ട് പോകരുത്. 10 മണി വരെ ഈ വനത്തിൻ്റെ ഉള്ളിൽ കടുവകളുടെ അത്രയും സജീവമായിട്ട് സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ 10 മണിക്ക് മുമ്പ് പോകരുത്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയൊക്കെ പ്രതികൾ നമ്മളെ സഹായകരമായിട്ട് ഒരു ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. അങ്ങനെ പോലീസ് സർജൻ വേണം. അപ്പോൾ രാജാറാം സാറ് ആണ് പോലീസ് സർജൻ. അപ്പോൾ വേറെ 1-2 കാര്യങ്ങളായിട്ട് രാജാറാം സാറിനെ എനിക്ക് അറിയാം. പലപ്പോഴും ചില പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹം കയറി ഇരുന്നോളാൻ പറയും പോസ്റ്റ്മോർട്ടം റൂമിൽ, നമുക്ക് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട് ചില കേസുകളിലൊക്കെ. അങ്ങനെ ആ ഒരു അടുപ്പ് ഉപയോഗിച്ച് രാജാറാം സാറിനോട് ചോദിച്ചപ്പോൾ കാലത്ത് സാറേ ഒരു 7 മണിക്ക് ഞാൻ ജീപ്പ് അയച്ചാൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. മെഡിക്കൽ കോളേജിലാണ്. ഓ അതിനെന്താ വരാമല്ലോ, ഇതാണ് കേസ് എന്ന് പറയുമ്പോൾ ഹീ ഈസ് വെരി ഹാപ്പി. കഴിഞ്ഞ് അന്നമ്മ ജോൺ, കേരളത്തിലെ ഏറ്റവും പേര് കേട്ട സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, അവരും തൃശ്ശൂരാണ്. അവരെ വിളിച്ചപ്പോൾ അവർ റെഡി. ഇനി വേണ്ടത് കുറച്ച് സാക്ഷികളാണ്. അപ്പോൾ സാധാരണ സാക്ഷികൾ നമ്മൾ ഇത്തരം കേസുകളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ കോടതിയിലെത്തുമ്പോൾ ഇത് ട്രയൽ വരുമ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ അപ്പോൾ അവർ ആ താല്പര്യമൊക്കെ നശിച്ച് വേറെ എന്തെങ്കിലും സ്വാധീനം കൊണ്ട് ഹോസ്റ്റലായി പോകും, കൂറിയായി പോയിട്ട് പോകും. അപ്പോൾ നമുക്കത് വലിയ പണിയാവും. പിന്നെ അവസാനം ചെയ്ത പണി അവിടുത്തെ വടക്കഞ്ചേരിക്കടുത്തുള്ള കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ 2 പഞ്ചായത്ത് മെമ്പർമാരോട് ഈ കാര്യം പറഞ്ഞു. അവർ വരാൻ തയ്യാറായി. അപ്പോൾ അവരൊന്നും സാധാരണ എനിക്ക് ഒരു ഗവൺമെൻറ് ഇതിൽ നിൽക്കുന്നവരുണ്ട്, കൂറുമാറില്ല അതിനകത്ത്. ആ 2 ജീവനക്കാർ, പിന്നെ സൂര്യ ചാനലിൻ്റെ ഒരു കറസ്പോണ്ടൻറ്റ്, കാരണം അന്ന് ഇതുപോലെ മൊബൈൽ ക്യാമറകളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർ കൂടെ വരാമെന്ന് പറഞ്ഞു. ക്രൈം ഫയൽ എന്ന് പറയുന്ന അവരുടെ ആ പ്രോഗ്രാമിൽ ആദ്യത്തെ എപ്പിസോഡ് ഇതായിരുന്നു. അവരുടെ ലേഖകൻ, പിന്നെ ഒരു 10ഓളം ആംഡ് റിസർവ് പോലീസുകാർ വിത്ത് ആംസ്, തോക്കുകൾ. കാരണം ഏതെങ്കിലും രീതിയിൽ വന്യമൃഗ ഇത് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ കൺസെൻറ്റ് വേണം. കാരണം അതിൻ്റെ ഉള്ളിൽ എന്ത് കാര്യത്തിന് കയറുകയാണെങ്കിലും റിസർവ് വനാണ്, ഫോറസ്റ്റിൻ്റെ കൺസെൻറ്റ്, എല്ലാ ഡോക്യുമെൻസുകളും ഓക്കെ ആക്കിയിട്ടാണ് ഒരു ബോട്ടിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഈ പ്രതിയെ കൊണ്ട് ചെല്ലുമ്പോൾ ആദ്യം തന്നെ ബോഡി അടിയിൽ ഒളിപ്പിച്ചു എന്ന് പറയണ ആ മരം കറക്റ്റാണ്. കാരണം അത് തമ്മിൽ ടാലി ആവണല്ലോ. ഇയാളുടെ മൊഴിയും ഈ പറയുന്ന കൊണ്ട് ടാലി ആവണം, എന്നാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുവരെ അതൊരു ബിലീവബിൾ സ്റ്റോറി മാത്രമാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ കുറച്ച് എല്ല് ഇവിടെ, കുറേ കഷ്ണങ്ങൾ അവിടെ, ഈ പുലിയൊക്കെ കടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇവിടെ കിട്ടിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ പൂ വിതറിയ പോലെ എന്ന് ഞാൻ ഈ സൂര്യ ചാനലുകാരോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ക്രൈം ഫയലിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. പൂക്കൾ വിതറിയതുപോലെ ഇങ്ങനെ എല്ല് കഷ്ണങ്ങൾ കിടക്കുന്നു. തോക്ക് കറക്റ്റ് അയാൾ പറഞ്ഞ സ്ഥലത്ത് വേറെ സ്ഥലത്ത് ഇരിക്കുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം എക്സ്ഹുമേഷൻ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബാക്കിയുള്ള റിമനൻസസ് എല്ലാം ചാക്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് സാന്നിധ്യത്തിൽ അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ചെയ്തു. അവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. സാധാരണ പലപ്പോഴും നമ്മൾ അത്രയൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇൻക്വസ്റ്റുകളൊക്കെ ആണെങ്കിൽ
ഈ പോലീസ് സ്റ്റേഷനിൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണ ഒരു പരിപാടിയുണ്ട്. സാക്ഷികളുടെ പേര് മാത്രം ഇതൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ബാക്കി ഇവിടെ വന്നിരുന്ന് ഫില്ല് ചെയ്യണ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതൊന്നും അങ്ങനെ ഒന്നും ചെയ്തില്ല. അത് അവിടെ ഇരുന്ന് അവിടുന്ന് ബോട്ടിലേക്ക് കയറിയിരുന്ന് ബോട്ടിൽ കയറിയിരുന്ന് അവിടെ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത്, കാരണം ഇത് ശിക്ഷിക്കപ്പെടണമെന്നൊരാഗ്രഹം, പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ പോരായ്മ കൊണ്ട് പ്രതിയെ വിട്ടുപോകരുത് എന്നൊരു തോന്നലാണ്. കാരണം അതിലൊരു അമ്മയുടെ കഥയുണ്ട്. കാരണം ബാലൻ അമ്മയേ ഉള്ളൂ. സൂര്യ ചാനലിൽ അഭിമുഖം കൊടുക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വാചകമുണ്ട്, ഇവനൊക്കെ നശിച്ചു പോവുകയേ ഉള്ളൂ, എൻ്റെ ഒരേ ഒരു മകൻ വയസ്സാം കാലത്ത് എന്നെ നോക്കി നടത്തേണ്ട ഒരുത്തനെ കൊണ്ട് കൊന്നില്ലേ അവർ എന്ന ആ ഒരു പല്ലില്ലാത്ത വായും വെച്ചിട്ട് അമ്മ പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ കേസ് തെളിയിക്കുന്നൊരു വാശി അത്രയേ ഉണ്ടായുള്ളൂ. ഒരു CA എന്ന രീതിയിൽ എനിക്ക് ഒരു വാശി ഉണ്ടായി, അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരെ കൊണ്ട് ഒപ്പിടിച്ച് AR കമാൻഡിൻ്റെ ആളുകളെ കൊണ്ട് എല്ലാം ഒഴിച്ച് ആ ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിയെ റിമാൻഡ് ചെയ്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. കേസ് അന്വേഷണം പൂർത്തിയായി, വിചാരണ വന്നു. ഈ പ്രതിനെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. 5 ലക്ഷം രൂപ അമ്മയ്ക്ക് കോമ്പൻസേഷൻ. ബാക്കി കൂടെയുള്ള പ്രതികളെ അവർ ശരിക്കും അതിനകത്ത് റോളില്ല, ശരിക്കും അവരെ വെറുതെ വിടുകയും ചെയ്തൊരു കേസാണത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സർക്കിളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന സമയത്തുണ്ടായ ഒരു മരണം. വാസ്തവത്തിൽ എനിക്കത് പ്രതി ഇന്ന ആളാണെന്ന് ഏകദേശം അറിയാമെങ്കിലും അയാൾ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് ശേഷമുള്ളവർക്കും കഴിഞ്ഞില്ല. ആ കേസിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഒരു അന്വേഷണം എങ്ങനെ ആയിരിക്കണം അതിൻ്റെയൊക്കെ മാക്സിമം അതിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കാര്യത്രയാണ്. ഒരു അധ്യാപകൻ്റെ വീട് തിരുവനന്തപുരം ടൗണിൽ തന്നെയുള്ള വലിയൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഭാര്യ ടീച്ചർ, 2 മക്കൾ തമ്മിൽ ഒത്തിരി ഏജ് ഗ്യാപ്പുണ്ട്. മൂത്തവൻ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, പൂഞ്ഞാർ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കണം. അവനപ്പം അന്ന് ഒരു 10-12 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ പ്രായം. താഴെയുള്ള കുട്ടി 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പെൺകുട്ടി. ഇതാണ് ഇത് വീട് തർക്കമില്ലാത്ത 2 നില ഒരു വീട്. ആ വീട് അങ്ങനെ പറയാൻ കാരണമുണ്ട്, അതുകൊണ്ടാണ്. 2 നില ടെറസ്, വലിയ ഒരു തർക്കമില്ലാത്തൊരു വീടാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇതുപോലെ തന്നെ ഇൻഫർമേഷൻ കിട്ടുകയാണ്. SI വന്നിട്ട് പറഞ്ഞു, കാട്ടാക്കട SI വന്നിട്ട് പറഞ്ഞു, സാറേ ഇന്ന സ്ഥലത്ത് ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്. ഒരു 18-19 വയസ്സായിട്ടുള്ളൊരു പയ്യൻ്റെയാണ്. കോളേജ് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ വിവരം കിട്ടി നിൽക്കുന്ന നേരത്ത് ഈ മാഷ് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഈ വിവരം മാഷെ അവിടെ ആരോ അറിയിക്കുകയാണ്. അങ്ങനെയാണ് മാഷ് നേരെ സ്റ്റേഷനിൽ പറയണത്. മാഷ് വന്നത് മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ വന്നത്. മിസ്സിംഗ് ആണ്, എൻ്റെ മകൻ മിസ്സിംഗ് ആണ്. അപ്പോൾ അയാൾക്കൊരു ഫോൺ കോൾ വരികയാണ്, നിങ്ങളുടെ മകൻ്റെ ബോഡി വീട്ടുമുറ്റത്തെ കിണറ്റിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു അതിൻ്റെ ഒരു സംശയം. അങ്ങനെ CA എന്ന രീതിയിൽ ഞാൻ അയാളെ വിളിപ്പിച്ചു. അവരോട് ഞാൻ ചോദിച്ചോടൂ, നിങ്ങളുടെ മകനെ കാണാനില്ല എന്ന് നിങ്ങൾ രാത്രിയാണല്ലോ നിങ്ങൾ കാണാനില്ല എന്ന് പറയുന്നത്, രാവിലെയാണ് നിങ്ങൾ അറിഞ്ഞുള്ളൂ എന്ന് പറയണു, നിങ്ങൾ എവിടെയൊക്കെയാണോ അന്വേഷിച്ചേ? സ്വാഭാവികമായിട്ടും വീട്ടുമുറ്റത്തുള്ള കിണറ്റിൽ നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ, അത് നോക്കിയില്ലല്ലോ, അത് വിട്ടുപോയി സാർ. കുളത്തിലും കിണറിലൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ നമ്മൾ സാധാരണ നാടൻ ശൈലി പറയാം. താനൊരു അധ്യാപകനല്ലേ, നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ആരും ആ കിണറ്റിൽ നോക്കിയില്ലേ? കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം കുറവാണ് സാർ. ഇതാണ് ആദ്യത്തെ ഒരു ഇംപ്രഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സംഭവ സ്ഥലത്തെത്തി. അതിൽ കണ്ട ഡിസ്ക്രിപ്പൻസീസ് ഞാൻ പറയാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ ചില ഡോക്ടർമാർ കൃത്യമായിട്ട് പറയില്ല, പെൻഡിങ് കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട്സ് എന്ന് എഴുതി വയ്ക്കുകയുള്ളൂ. അത് കെമിക്കൽ അനാലിസിസിൻ്റെ റിപ്പോർട്ട് വരട്ടെ, ഒരു സൂചനയും ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കാവുന്ന രീതിയിൽ ചിലർ പറയില്ല. കാരണം മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട് ശരീരത്തിൽ, പല സ്ഥലത്തും ഫ്രാക്ചറുകളുണ്ട്. ഡ്രൈവിംഗ് ആണ്, വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, മുങ്ങിച്ചാവാനുള്ള വെള്ളമല്ലേ അതിനകത്ത്.
അപ്പോൾ ഒരു കയർ അതിനകത്ത് വീണ് കിടപ്പുണ്ട്, തുടിക്കയർ വീണ് കിടപ്പുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ അതിൽ മനസ്സിലാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടിക്കയറിൽ കഴുത്തിൽ ഒരു തോർത്ത് കിടപ്പുണ്ട്, ഒരു ചുവന്ന കളറിലുള്ള തോർത്ത്. ആ തോർത്തും ഈ കയറും ഇതൊക്കെ ആയിട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴുത്തിൽ കെട്ടിയിട്ട് തുടിയിൽ കെട്ടി തൂങ്ങി മരിച്ച് കയറ് പൊട്ടി താഴെ വീടുന്നുള്ളതാണ്. അങ്ങനെ വരാവുന്ന രീതിയിലുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പോസ്റ്റർ. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലൊരു ക്ലൂ കിട്ടണില്ല, എങ്ങനെയാണ് മരിച്ചതെന്ന് പറയണില്ല, കോസ് ഓഫ് ഡെത്ത് പോലും കൃത്യമായിട്ട് അവർ പറയുന്നില്ല. അങ്ങനെ കുടുംബാംഗങ്ങളെ കുറേശ്ശെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ രാത്രിയിൽ എൻ്റെ ക്വാർട്ടേഴ്സിൽ ഒരു കോളിംഗ് ബെല്ല് വാതിൽ തുറക്കുമ്പോൾ ഒരു കാരണവർ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മരിച്ച ഒരു പയ്യനില്ലേ, ആ പയ്യൻ്റെ അമ്മയുടെ അച്ഛനാണ്, അപ്പൂപ്പനാണ്. ഞാനൊരു KSRTCയിലെ ചെക്കറായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളാണ്. ഒരു രഹസ്യ വിവരം പറയാനാണ് സാറിൻ്റെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നത്.